ഹലോ ഗൈസ്, മല്ലു പീജൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗെയിമിംഗ് അല്ല, ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഗെയിമിൽ നമുക്ക് എങ്ങനെ ഹോണ്ട സിവിക്ക് നല്ല മോഡിഫൈഡ് ആയിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അതിനായിട്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ന്യൂ കാസിൽ പോയതിനു ശേഷം സിവിക്ക് മേടിക്കാം. നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിൽ നമ്മൾ എങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പൈസ ഉണ്ടാക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് മണി ഉണ്ടാക്കിയിട്ട് വേണം ഇത് ചെയ്യാം. അത് നിങ്ങളിത് എന്നിട്ട് ഇൻറ്റീരിയർ എന്നുള്ള ഒരു ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കാറ് യെല്ലോ കളറാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കാറിന് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് യെല്ലോ ആണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിനൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കുറച്ചിങ്ങോട്ട് പോകുമ്പോൾ സ്റ്റിക്കേഴ്സിൽ കുറച്ചിങ്ങോട്ട് വരിക. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റിയൊരു വൈറ്റ് ഒരു പേപ്പർ പോലെ ഒരു പോർഷൻ, അത് നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചതിന് ശേഷം ഒരു ബ്ലാക്ക് കളർ ആക്കിയതിന് ശേഷം അത് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്ന പോലെ സെറ്റാക്കാം. ഓക്കെ, നമ്മൾ അതേപോലെ മുകളിലും ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ടിൽ ചെറിയ രീതിയിൽ നിൽക്കുന്നത് കാണാം. അത് നമ്മൾ വാരിയാക്കണ്ട. രണ്ട് ഭാഗത്തുകൊണ്ട് ചെറിയ രീതിയിൽ നിൽക്കുന്നുണ്ട്, അത് നോക്കണ്ട. നമ്മൾ അടുത്തതായിട്ട് ഈ വണ്ടിയുടെ ബാക്കിലൊരു പോർഷൻ ഉണ്ട്, അവിടെയും കൂടി ഇതേപോലെ ബ്ലാക്ക് ജസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തൊരു ബോഡിയിലുള്ള ഓപ്ഷനിൽ പോവുക. അതിൽ ഒരു ബാക്കിലത്തെ ആ ഒരു ഇത് കാണുന്നത്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത് മേടിക്കുക. ഓക്കെ, അതൊക്കെ ബ്ലാക്ക് ആക്കാൻ നോക്കണം നിങ്ങൾ. ബോഡി കിറ്റെല്ലാം ബ്ലാക്ക് ആക്കുക. പിന്നെ ബാക്കിലുള്ള എക്സോസ്റ്റിൻ്റെ ആ ഒരു പോർഷനും കൂടി നമ്മൾ മേടിക്കുക. പിന്നെ സൈഡിലുള്ള ഇതും കൂടി ജസ്റ്റ് നോക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ മോഡിഫിക്കേഷൻ്റെ ജസ്റ്റ് മോഡൽ മാത്രം പറഞ്ഞു തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ഒരു പോർഷനും കൂടി നമുക്ക് ഇഷ്ടമുള്ളൊരു ബോഡി കിറ്റ് സെറ്റാക്കാം. ഞാൻ പിന്നെ ഇവിടെയൊക്കെ ഇതേപോലെ എൻ്റെ ഇഷ്ടത്തിന് സെറ്റാക്കുന്നുണ്ട്. പിന്നെ മുന്നിൽ ഈ ഒരു ഇതും കൂടി ഒന്ന് സെറ്റാക്കുക. ഇത് യെല്ലോ ആയിട്ട് നിർത്തട്ടെ, അതാണ് നല്ലത്. പിന്നെ നമുക്ക് വിനയിൽ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് സൈഡിൽ ഇതേപോലെ ഒരു വൈറ്റോ ഒരു പോർഷൻ എടുക്കുക, അത് ബ്ലാക്ക് ആക്കുക കേട്ടോ. ബ്ലാക്ക് ആക്കിയതിന് ശേഷം ഇതേപോലെ ചെരിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഒന്നും കൂടി ആക്കുക, അതും കൂടി കുറച്ച് ചെറുതാക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ആക്കിയതിനെ ഒരു ബ്ലൂ ആക്കി എടുക്കുക. എന്നിട്ട് ആ ബ്ലൂ കൂടി നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായി ചെയ്യാം. പിന്നെ ഒരു വൈറ്റും കൂടി എടുത്തതിന് ശേഷം നമ്മളിവിടെ വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു യെല്ലോ എടുക്കുക. നമ്മുടെ വണ്ടിയുടെ സെയിം കളറായിട്ടുള്ളൊരു യെല്ലോ കൂടി എടുത്തതിന് ശേഷം അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ബ്ലാക്കിൻ്റെയും ബ്ലൂവിൻ്റെയും സെൻറ്ററിൽ വരുന്ന പോലെ ആക്കി അവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ബ്ലാക്ക് മെയിനായിട്ട് കാണുന്ന പോലും ബ്ലൂ കുറച്ച് കാണുന്ന പോലും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റിക്കറിങ് കളറിങ് അതൊക്കെ ഈ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ടി എന്ന ഒരു
ഒരു വെക്ടർ മാത്രം കാണാൻ പറ്റും. അത് നമ്മൾ ഈ വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു പോർഷനിലായിട്ട് വെച്ചുകൊടുക്കാം. ഞാനതിൽ മലയാളിയിൽ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാം. ജസ്റ്റ് മലയാളം എഴുതിയതിനു ശേഷം ഏരിയ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പോയതിനു ശേഷം അവിടെ നമുക്ക് ക്ലോറിനർ എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ഇതുണ്ട്, നമ്മളതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വണ്ടിയിൽ പല പല സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിൽ തന്നെ ഒരു നെയിം വെച്ച് ടയേഴ്സ് എന്ന് വെച്ച ഒരു ഓപ്ഷൻ ഉണ്ട്. വീൽസ് ഇതിൽ ഏതും കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യാം. മേടിക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ അത് വാങ്ങാം. ടയറിൻ്റെ സൈസ് കുറച്ച് ചെറുതാക്കിയ ശേഷം ഞാൻ ജസ്റ്റ് ഡ്രിഫ്റ്റ് ചെറുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇതന്നെ ഏരിയ തന്നെ കൊടുത്തിട്ട് അതിൽ എഴുതിയ ലെറ്റർ ഒരു യെല്ലോ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സസ്പെൻഷൻ മാറ്റാം, നിപ്പൊക്കെ തട്ടുന്ന പോലെ ആക്കി വെക്കാം, പിന്നെ ട്യൂണിങ് മാറ്റാം, അങ്ങനെ എന്തുവേണമെങ്കിലും ചെയ്യാം. ഗിയർ ബോക്സ് മാറ്റാം, വണ്ടിക്ക് ഫോൺ വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്.